ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ദുബായിലാണ്, ജോബ് തെണ്ടിത്തിരിത്തപ്പ് കിടക്കുക എന്നുള്ള കാര്യം. അപ്പം മിക്കവരും എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ചോദിച്ചു, ചേച്ചി എങ്ങനെയാണ് ഇൻ്റർവ്യൂ പ്രോസസ്സ് കാര്യങ്ങൾ. സത്യമായിട്ട് ഞാൻ ഇതുവരെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തില്ല. ഞാൻ ആകെ ഒരു ജോബ് ഫെയർ മാത്രമേ അറ്റൻഡ് ചെയ്തുള്ളൂ. CV കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓൺലൈൻ വഴിയിട്ടാണെങ്കിലും ഓഫ്ലൈൻ വഴിയിട്ടാണെങ്കിലും CV കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ CV കൊടുക്കാൻ വേണ്ടി പോകാം. അപ്പം വിക്രമാദിത്യൻ്റെ കൂടെ വേതാളം എന്ന രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ദിയ ബേബി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് പോകുന്നതെന്നുള്ളത് ഞാൻ പോകുന്ന വഴി പറഞ്ഞുതരാം. ആക്ച്വലി ഈ വ്ളോഗ് എടുത്തപ്പോൾ ഞാൻ ഇൻട്രോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങളെല്ലാവരും കൂടെ പെട്ടെന്ന് റെഡിയായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായപ്പോഴത്തേക്കും സമയം കിട്ടാഞ്ഞുകൊണ്ടാണ് ഞാൻ ഇൻട്രോ എടുക്കാഞ്ഞത്. ഇൻട്രോ ഞാൻ പിന്നൊരു ദിവസം എടുത്തത്. അതാണ് എൻ്റെയും ദിയുടെയും ഡ്രസ്സ് നല്ല വ്യത്യാസം. ആ ഇൻട്രോ പറഞ്ഞ ഡ്രസ്സല്ല ഇതിലിട്ടേക്കുന്നത്. അപ്പം എനിവേ എന്തെങ്കിലും ആവട്ടെ. ഇപ്രാവശ്യം പോയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് CV ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ അതുപോലെ ADCB മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങൾ മെട്രോ കയറിയത്. ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ദുബായ് മോളിൽ ചൈന ടൗൺ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ കുറച്ച് ട്രേഡിംഗ് കമ്പനീസ് ഉണ്ട്. അവിടെ കൊണ്ടുവന്ന് CV കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനായിരുന്നു. മെട്രോ കയറി ഒരു 15 മിനിറ്റിനുള്ളിൽ നമ്മൾ ദുബായ് മോൾ എത്തി. അവിടുന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് വാക്ക് വേ ഉണ്ട് മോളിനകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമുക്ക് പുറത്തൊന്നും ഇറങ്ങേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഇങ്ങ് നടന്നാൽ മതിയായിരുന്നു. അത്യാവശ്യം കുറച്ച് നടക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് വാക്ക് വേയുടെ അകത്തുനിന്നാണെങ്കിലും ഡയറക്റ്റ് മോളിൽ പോകാൻ വേണ്ടി നടക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ സൈഡിൽ ഇതണക്ക് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നടന്നതറിഞ്ഞില്ല. പിന്നെ കുറച്ച് നടന്നു കഴിയുമ്പോൾ പിന്നെ ഈ എസ്കലേറ്റർ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുപാടങ്ങ് നടന്ന് ക്ഷീണിക്കേണ്ടി വന്നില്ല. എന്ന് വെച്ചാൽ എസ്കലേറ്ററിൽ പോകുമ്പോൾ അറിയാമല്ലോ, തന്നെ അങ്ങ് നീങ്ങിപ്പോയിക്കോളും. ഞങ്ങൾ അങ്ങനെയൊക്കെ അങ്ങ് പോയി. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബുർജ് ഖലീഫയുടെ സൈഡ് വ്യൂ ഇവിടെ നിന്ന് കാണാൻ പറ്റിയത്. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ ദുബായ് മോളിലേക്ക് എത്താറായിട്ടുണ്ട്. ഈ വ്ളോഗിൽ നമ്മൾ ദുബായ് മോൾ കവർ ചെയ്യുന്നില്ല. അത് ഞാൻ പിന്നെ ഒരു വ്ളോഗ് നല്ലതായിട്ടിടാം. മീൻസ് ഇന്നത്തെ പോക്ക് ഞാൻ പറഞ്ഞല്ലോ, CV ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് അങ്ങ് കണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി നിന്നില്ല. ഞാനൊരു പോർഷൻ, അതായത് അവിടുത്തെ ഒരു ചൈന ടൗൺ എന്ന് പറഞ്ഞ പോർഷൻ മാത്രമാണ് ഈ വ്ളോഗിൽ കവർ ചെയ്തേക്കുന്നത്. ദുബായ് മോളിൻ്റെ വീഡിയോ താമസിയാതെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്നാലും ഞാൻ പോകുന്ന വഴി കുറേയൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ദുബായ് മോൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണിച്ചു തരാം. ഇന്ന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ചൈന ടൗണിലേക്കാണ്. ദുബായ് മോളിനകത്തുള്ള നമുക്ക് നോക്കിയ പിള്ളേരെ കൊണ്ടുവന്ന വണ്ടി. അയ്യോ, പിള്ളേരുടെ ഉടുപ്പ്. ഇത് തൊട്ടിലാണ് കേട്ടോ. അതാ ഇത് പിള്ളേരെ ഇരുത്താൻ തൊട്ടിലാണ്. നമ്മുടെ അവിടുത്തെ തൊട്ടിലാണൊക്കെല്ലാം ഇവിടുത്തെ തൊട്ടിൽ. നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണേ അവർ. നമ്മൾ തൊട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവരിങ്ങോട്ട് നോക്കുന്നതേ ഇല്ല. വിളിച്ചിട്ട് പോരും. ഇവരെ അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. നോക്കിയേ ചേച്ചി, എവിടെ? ഇതെന്താണ് ഇവര് നേരെ നോക്കാത്തെ? അതാണ്ടാ ഇപ്പോഴാണ് കണ്ടത്. എത്ര നേരം കൊണ്ടേ വിളിക്കുന്നത്. വാ വാ. ദുബായ് മോളിലെ ചെറിയൊരു പോർഷനിലാണ് ഈ ചൈന ടൗൺ എന്ന് പറയുന്ന സ്ഥലം. കറണ്ട് പിടിക്കാൻ കുറച്ച് സമയമെടുത്തു. കാരണം കുറേ വഴികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ചോദിച്ചു പോയി. പിന്നെ സൈൻ ബോർഡ്സ് ഒക്കെ വെച്ചതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു.
ചൈന ടൗൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ദുബായ് മാളിൻ്റെ ഈ ഒരു പോർഷനിൽ നിന്നാണ്. ഇന്ന് ഞാൻ ഫുള്ള് ചൈന ടൗൺ ആയിരിക്കും കാണിക്കുന്നത്. ദുബായ് മാൾ ഞാൻ ഡീറ്റെയിലായിട്ട് വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഓക്കെ. ചൈന ടൗൺ ചെറിയൊരു പോർഷനേ ഉണ്ടായിരുന്നെങ്കിലും കാണാൻ വളരെ നല്ല രസമായിരുന്നു. കാരണം നമ്മൾ ചെന്ന് കയറുന്ന സ്ഥലത്ത് തന്നെ ഇങ്ങനെ ലാൻറ്റേൺസ് ഒക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്ന കാണാം. നമ്മളിതൊക്കെ സത്യം പറഞ്ഞാൽ കൊറിയൻ ഡ്രാമയിലോ അല്ലെങ്കിൽ ചൈനീസ് ഡ്രാമയിലോ ഒക്കെ കാണാറുള്ളത്. അതേപോലൊരു ഏരിയ പോലെ ഇവർ സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, സൈഡിലൊക്കെ ബോൺസായി എന്ന് പറഞ്ഞിട്ട് ആ ഒരു മരം ഇങ്ങനെ ഇവരുടെ വിശ്വാസപ്രകാരമുള്ളൊരു ചെടിയോ മരമോ എന്തോ ആണല്ലോ ഇത്. അതൊക്കെ ഇങ്ങനെ ഒരുപാട് വെച്ചിട്ടുണ്ടായിരുന്നു. ടോപ്പ് ഇങ്ങനെ മേളിലൊക്കെ ഇതേപോലുള്ള സീനറീസും ലാൻറ്റേൺസും ഒക്കെ. ഈ ഒരു പോർഷൻ മാത്രമേ ഇങ്ങനെ നമുക്ക് ആ ഒരു ദുബായ് മാളിൽ കാണാൻ പറ്റൂ. ദാ ഈ ഒരു മരം, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഗോബ്ലിൻ എന്ന് പറഞ്ഞ ഒരു കൊറിയൻ വെബ് സീരീസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തൊക്കെ ഈ ഒരു മരം കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ച് പോർഷനേ ഉള്ളായിരുന്നെങ്കിലും നല്ലൊരു ഫീല് തരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. ഞങ്ങളെല്ലാവരും ഇതിനകം കയറി കാണുകയും ചെയ്തു. കൂടാതെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ട്രേഡിംഗ് കമ്പനീസ് ഉണ്ട്. സാധാരണ നമ്മൾ ഷോപ്പ് പോലെ ആയിരിക്കും ഇവ കാണുന്നത്. പക്ഷേ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഇവർ അവരുടെ കമ്പനീസിൻ്റെ മെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ ഇവർ തന്നെ സി വി വാങ്ങിച്ച് വെക്കുകയോ ചെയ്യും. മെയിൽ ഐ ഡി തരുന്നിടത്ത് നമ്മൾ സി വി മെയിലിൽ അയയ്ക്കുക, അല്ലെങ്കിൽ സി വി നമ്മൾ ഡ്രോപ്പ് ചെയ്യുക. അങ്ങനെ ഇവരുടെ ബാക്ക് ആൻഡ് വർക്ക്സ് ഉണ്ട്. ഇവരുടെ ഷോപ്പായിരിക്കും ഈ ഒരു പോസ്റ്റിൽ കാണുന്നത്. പക്ഷേ ബാക്ക് ആൻഡ് വർക്ക്സ് നടക്കുന്ന ഏരിയാസ് ഉണ്ട്. അവിടത്തേക്കായിരിക്കും നമ്മൾ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ കണ്ട് ഈ സ്ഥലങ്ങളൊക്കെ എൻജോയ് ചെയ്യുകയും ചെയ്തു. കൂടാതെ ഞങ്ങളുടെ സി വിയും ഡ്രോപ്പ് ചെയ്തു. കൂടാതെ ഇവിടെ തന്നെ അവരുടെ ഒരു മെയിൻ ഏരിയയിൽ ഒരു മെയിൻ ഓഫീസുണ്ട്. അവിടുത്തെ മെയിൻ HR-ൻ്റെ ഐഡി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിലേക്ക് സി വി ഡ്രോപ്പ് ചെയ്താലും ഏതെങ്കിലും വേക്കൻസീസ് വരുമ്പം നമ്മൾ കോൺടാക്ട് ചെയ്യും. ഇത് എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മൾ ഏതൊരു വഴിയും ചെന്ന് തട്ടി നോക്കണമല്ലോ. അതേപോലെ ഞങ്ങളും പോയതാണ്. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, എല്ലാവർക്കും ഒരു പ്രതീക്ഷയാണല്ലോ. അതുകൊണ്ട് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. നമ്മളായിട്ട് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെ ഇങ്ങ് വരും എന്നുള്ള രീതിയിൽ ഞങ്ങളും പോയി അവിടെ സി വി ഒക്കെ ഡ്രോപ്പ് ചെയ്തു. കൂടാതെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടു. എല്ലാം ഒരു കുറച്ച് എൻ്റർടൈൻമെൻറ്റും കുറച്ച് സീരിയസ് ആയിട്ടുള്ള രീതിയിലും അത്രയേ ഉള്ളൂ. സ്പൈഡർമാൻ 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 എന്താ നീല കളറുള്ള സ്പൈഡർമാൻ, കറുത്ത കളർ. ഇത് ഹോട്ടലാണ് കേട്ടോ, എന്ത് അടിപൊളിയാണ്. പക്ഷേ ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. ഫോട്ടോ എടുക്കാൻ പറ്റും, പക്ഷേ ആ ലൈറ്റിനിങ് ഇങ്ങോട്ടായതുകൊണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ മങ്ങിയിരിക്കും. ചേച്ചി സ്പൈഡറിനെ നോക്കി എങ്ങനെയാണ് അന്തളിച്ച് നിൽക്കുകയാണ്. കണ്ണില്ലേ ഗൈസ്? അങ്ങനെ ഇവിടെ വന്ന കാര്യങ്ങൾ ഞങ്ങൾ കുറച്ച് നടത്തിയിരിക്കുകയാണ്. ക്യാമറ വരാൻ ഭയങ്കര പേടിയാണ്. ഇവളുടെ ഉമ്മേനെ ഞാൻ കാണിച്ചു കൊടുക്കും. ഉമ്മയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എവിടെ ജുമേറയിലോട്ട് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. നോക്കട്ടെ എന്താവുമെന്ന്. സി വി ഒക്കെ കൈ വെച്ചിട്ട് കണ്ട, ബാക്കിയുള്ളവർ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ്. നമ്മൾ സി വി കൊടുക്കണമല്ലോ. വീഡിയോയിൽ ദിയ ബേബി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നേ കേട്ടോ. അവളിവിടെയുള്ള കമ്പനീസൊക്കെ പറഞ്ഞ് നമ്മളടുത്ത് സി വി കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യാൻ വന്നേ. പക്ഷേ അപ്പം നമ്മുടെ സി വി ഉടുപ്പൊക്കെ ഒരുവിധം കഴിഞ്ഞു. ഇനി ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വെക്കാം. ദിയ ബേബി, വാട്ട് ഈസ് യുവർ പ്ലാൻ? ഞങ്ങൾ നെക്സ്റ്റ് ജുമേറയിലേക്ക് പോകാനുള്ളൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് അറിയില്ല. അവിടെ എത്തിയിട്ട് ബാക്കി നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. അടുത്ത ഞങ്ങളുടെ പ്ലാൻ എന്നുള്ളത് ജുമേറയ്ക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടുന്ന് മെട്രോ കയറി. ഞങ്ങൾ ADCB മെട്രോ സ്റ്റേഷനിൽ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. കഴിച്ചിട്ട് പിന്നീടുള്ള യാത്ര തുടരാമെന്ന് വിചാരിച്ചു. ഇത് കൊള്ളാം. എത്ര മെട്രോ സ്റ്റേഷൻ കാണുന്നു? ഞാൻ എവിടെ തൊട്ടാ? ഇത് ഏത് മെട്രോ സ്റ്റേഷൻ? ദുബായ് മോൾ തൊട്ട് ADCB മെട്രോ സ്റ്റേഷൻ വരെ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരും. ഇനി ഞാൻ കാണിച്ചു തന്നില്ല എന്ന് പറയരുത്.
ADCB മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി. എക്സിറ്റ് 1 കൂടെ ഇറങ്ങി. ഞങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണം. അപ്പോൾ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാം. ഇവിടെ ഒരു പാർക്കുണ്ട്, അപ്പോൾ അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് ജുമേറ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറച്ച് സ്ഥലങ്ങളുണ്ട്, ക്ലിനിക്കുണ്ട്, അവിടെയും കൊണ്ടുവന്ന് CV ഡ്രോപ്പ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റിന് അവിടെ ഒരു ബീച്ചുണ്ട്, ബീച്ചിൽ പോകാമെന്ന് വിചാരിക്കുന്നു. ആക്ച്വലി സത്യം പറഞ്ഞാൽ നമുക്ക് മെയിൽ ID എല്ലായിടത്തും ചെല്ലുമ്പോഴത്തേക്കും ചിലർ വാങ്ങിക്കത്തില്ല, CV വാങ്ങിച്ച് വെക്കത്തില്ല. അവർ നമുക്ക് മെയിൽ ID തരത്തേ ഉള്ളൂ. ഓക്കെ, നമുക്ക് മെയിൽ ID കിട്ടുമല്ലോ, എന്നിട്ട് നമുക്ക് അതിലേക്ക് അയക്കുക, അല്ലെങ്കിൽ അവരുടെ കരിയർ പേജ് എടുക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടിരുന്നത് ഒന്നെങ്കിൽ ലിങ്ക്ഡിൻ അല്ലെങ്കിൽ ഇൻഡീഡ്, അതിനകത്തൊക്കെ വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് മെയിൽ ഐഡിയിൽ എൻ്റെ CV അയച്ചു കൊടുക്കും. പിന്നെ ഓരോ കമ്പനീസിൻ്റെ കരിയർ പേജ് എടുക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് കണക്ക് പുറത്തോട്ടിറങ്ങി, കാരണം നമുക്ക് പുറം ലോകവും കൂടെ കാണണമല്ലോ. അകത്തിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായി പോവും. നമ്മൾ അതിൻ്റെ അകത്ത് മാത്രം, റൂമിൽ മാത്രം ഒതുങ്ങിയിരുന്ന് പോവും. വീടല്ലേ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇറങ്ങി CV കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇവളെ ഒന്നും പറയില്ല, ഭയങ്കര ഹെൽപ്പായിരുന്നു നമുക്ക്. അവൾക്ക് പിന്നെ സ്ഥലങ്ങൾ ഒരുവിധം എല്ലാം അറിയാവുന്നതുകൊണ്ട് നമ്മളെ CV കൊണ്ടു കൊടുക്കുന്ന സ്ഥലങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്ത് തന്നു. ഇടയ്ക്കിടയ്ക്ക് ആ പുള്ളിക്കാരി ഇങ്ങനെ കിട്ടുള്ളൂ. ഓക്കെ, എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഫുഡ് വാങ്ങുന്നത് വലിയ കാര്യമൊന്നുമില്ല. ഇത് പിന്നെ ചെറിയ എമൗണ്ടായിട്ട് ഞങ്ങൾ 2 ബണ്ണ് വാങ്ങിയുള്ളൂ. ഇവരെല്ലാം ചോറ് എടുത്തിട്ടുണ്ട്, മെസ്സി എന്നുള്ളവരെ ഇവരൊക്കെ. അപ്പോൾ അവരുടെ ചോറും ഉണ്ട്. ഞങ്ങൾ ഷെയർ ചെയ്തൊക്കെ കഴിച്ചിട്ട് ഇനി ജുമേറയിൽ പോയി CV ഡ്രോപ്പ് ചെയ്ത് അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ബീച്ചിലോട്ട് പോകാനുള്ള പ്ലാനിങ് ആണ്. നമുക്ക് നോക്കാം അടുത്തതാണ്. ബാക്കിലെല്ലാവരും പോയി നോക്കി. ഓക്കെ, നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ വെയിലുണ്ടെന്ന് പറയുമ്പോൾ ഇവർ പറയുന്നത് നീ എങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ വന്നിരുന്നെങ്കിൽ എന്തോ ചെയ്തേനെന്ന്. ശരിയായിരിക്കാം, പക്ഷേ ഞാനിപ്പം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്ക് എനിക്ക് ചൂടങ്ങോട്ട് വന്ന് മുഖത്തടിക്കുന്നതൊക്കെ ആയിരുന്നു. അപ്പോൾ അതെ, ഇങ്ങോട്ട് പോകുമ്പോഴാണ് കരാമ പാർക്കിലെത്തുന്നത്. അങ്ങനെ നമ്മൾ പാർക്കിലെത്തി. പാർക്ക് കാണിച്ചാൽ ഇവിടെ വൈകിട്ടാണ് കൂടുതൽ ആൾക്കാർ നടക്കാനൊക്കെ വരുന്നത്. നമ്മളിനി കഴിക്കാൻ പോവാം, എല്ലാവരും കൂടെ കൈ കഴുകാനൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോവാം. നടക്കാൻ വയ്യ, എനർജി ഇല്ല. ഇനി എനർജി കേട്ടിട്ട്. നല്ല പാർക്കല്ലേ. ഇവിടെ ഞങ്ങൾ ഒരു ദിവസം തീയായിട്ട് വന്നായിരുന്നു. അപ്പോൾ ഈ വൈകിട്ട് നടക്കാനുള്ളവരില്ലേ, ആ പാർക്കാണ്. ഇത് ഒരിച്ചിരി ദൂരം ഉണ്ടടി, പക്ഷെ ഭയങ്കര കാമൻ കുഴറ്റ. ഞങ്ങളിനി കഴിക്കട്ടെ ഗൈസ്. ചേച്ചി വരൂ ചേച്ചി, ഉണ്ട്. വരൂ ചേച്ചി, കഴിച്ചോ. നിങ്ങൾക്ക് തിരിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നേരെ ബസ് കയറി ജുമേറയിലോട്ട് പോകാൻ. നമുക്ക് ബസ് കയറിയാൽ മതിയായിരുന്നു. ADCB മെട്രോ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ബസ് കയറിയാൽ മതിയായിരുന്നു. ബസ് കയറി ഞങ്ങൾ ജുമേറയിൽ ഇറങ്ങി. പിന്നെ അവിടെ കുറച്ച് ക്ലിനിക്ക്, അതായത് കൂടെ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരുന്നു, അവർക്കും കൂടെ വേണ്ടിയിട്ട് CV കൊടുക്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് ക്ലിനിക്കിലും കൂടെ ഇറങ്ങി CV ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ പോയത് ജുമേറ ബീച്ചിലേക്കായിരുന്നു. കാരണം അപ്പം തന്നെ ഒരു 4:30 പിന്നെ നമുക്കിവിടെ CV കൊടുക്കാനൊരു ഓപ്ഷൻ ഇല്ല, കാരണം HR ഒക്കെ ഓൾറെഡി ജോബ് കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചു എങ്കിൽ ഇനിയിപ്പം പോയിട്ട് കാര്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ പിന്നെ ജുമേറ ബീച്ചിനും കൂടെ പോയി. നല്ല രസമായിരുന്നു. അതായത് ഇത്രയും അലഞ്ഞു തിരിഞ്ഞ് നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് ചെന്ന് ഒന്ന് കാമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു സ്ഥലമില്ലേ, അതേപോലെയൊക്കെ തോന്നിയായിരുന്നു. ഈ നടക്കുന്ന പാതമുണ്ട്, ഇത് നമ്മൾ ശരിക്കും റോഡാണ്, പക്ഷേ ഇത് റബ്ബറിൻ്റെ കൂട്ടം എന്തോ ഒരു സംഭവം താന്നു പോകുന്നു. ഇങ്ങനെ ചവിട്ടുമ്പോഴത്തേക്കും ഇങ്ങനെ നല്ല ഇങ്ങനെ താന്നു തോന്നുന്നു. എന്താണോ എന്തോ. അങ്ങോട്ട് ചെന്ന് നോക്കാം. ഈ ലെഫ്റ്റ് സൈഡ് വേല് പോലെ കെട്ടിയേക്കുന്നില്ല, ഇതിൻ്റെ അപ്പുറത്ത് കുറേ ചെറിയ ഈ ഹട്ട് കണക്കുള്ള സ്ഥലങ്ങൾ. അതായത് ഇത് പ്രൈവറ്റ് ഏരിയ കേട്ടോ, ഹോട്ടൽസിൻ്റെ തന്നെ പ്രൈവറ്റ് ഏരിയ. അപ്പം അവിടുന്ന് ആളുകൾ ചുമ്മാ ഈ സൺസെറ്റ് കാണാനും പിന്നെ ഈ വെയിൽ കൊള്ളാനും ഒക്കെ വന്ന് കിടക്കത്തില്ലേ, അങ്ങനെയുള്ള ഏരിയസ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. നമുക്ക് ഇതും കഴിഞ്ഞ് കുറച്ച് അപ്പുറത്തോട്ട് മാറി ഫ്രീ ആയിട്ടുള്ള സ്പേസ് ഉണ്ട്, അവിടെയാണ് നമുക്ക് പോകാൻ പറ്റുന്നത്. ഇവിടെ ഹോട്ടൽസിൻ്റെ ഏരിയാസാണ്. ഇതാണ് ഗൈസ് ജുമേറയിലെ കടൽ. ഗൈസ് വലിയ തരമൊന്നും ഇല്ല.
ഗോ മാൻ. നമുക്കൊന്ന് കാല് നനയ്ക്കാം. ദുബായിലെ കടൽ വെള്ളത്തിൽ കാല് നനയ്ക്കാം. വരുന്നില്ലേ? വാ 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 വാ. ആ അത് കൊള്ളാം. ഇവിടുത്തെ ഏറ്റവും വലിയ തിര ഇതാന്ന് തോന്നുന്നു.